Hi, my name is Ashwati. I'm an ACCA student. ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഐ വാസ് തിങ്കിങ് ലൈക്ക് ഞാൻ 2024 ACCA സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്ന മിസ്റ്റേക്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. അപ്പം അന്ന് കുട്ടികൾ ചെയ്തിരുന്ന മിസ്റ്റേക്സ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. ഇന്നെന്താ, ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിദ്ധാർത്ഥേട്ടൻ. ആ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സ്റ്റഡി വ്ളോഗ്സ് അങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ആരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് കാണാം, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ വീണ്ടും കുട്ടികൾ സെയിം മിസ്റ്റേക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലാസ് തുടങ്ങുന്ന മുന്നേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ എഡിറ്റ് ചെയ്തതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായതൊന്നും ശരിയല്ല. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയതാണ് ഞാൻ കണ്ടത് കേട്ടോ. +2 കഴിഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാവുമോ, എങ്ങനെ ഇപ്പോൾ ഞാനൊരു ശരിയായ ഡിസിഷൻ എടുക്കുക, അങ്ങനെയൊക്കെ കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ ചിന്തിച്ച് ആകെ പ്രഷറിലാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ ശരിയാക്കാനേ പറ്റുള്ളൂ. എടുത്തു കഴിഞ്ഞൊരു ഡിസിഷൻ അതെങ്ങനെ ശരിയാക്കുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ACCA എടുത്തപ്പോൾ എക്സ്റ്റൻഷൻ റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്, ACCA + BCom. അതെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഡൗൺ ആയി. ബട്ട് ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നാണ് ഞാൻ പിന്നെ ചിന്തിച്ചത്. അതിൻ്റെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫുൾ ACCA ജേർണിയുടെ വീഡിയോസാണ്. അതിൽ ഞാൻ എങ്ങനെയാണ് ACCA അപ്രോച്ച് ചെയ്തത്, എക്സംഷൻ റൂട്ടായെങ്കിലും എങ്ങനെയാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾസോ ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. ഫുൾ ACCA ഓൺലൈനായിട്ടാണ് പഠിച്ചത്. അതായത് April 2024 ആ സമയത്താണ് ACCA തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ഓൺലൈൻ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ആ ഒരു വഴി കൂടെ കടന്നു പോയത് എന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കുള്ളതാണോ ACCA എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ആകെ ഞാൻ കാണുന്നത് നിങ്ങളുടെ പേരും ഒറിജിനൽ ആണെന്ന് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണ് പഠിക്കുക, നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഒന്നും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ACCA പറ്റുമെന്ന് പറയാൻ പറ്റുക? നിങ്ങൾക്ക് ഒരു കോഴ്സ് പറ്റുമെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, അത് ബാക്കിയുള്ള ആൾക്കാരല്ല. ബിക്കോസ് നിങ്ങൾക്കാണ് നിങ്ങളെ കൂടുതൽ അറിയുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണോ എന്നൊക്കെ നിങ്ങളാണ് ആലോചിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ, പറ്റും എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെ ACCA ചെയ്യാന്നുള്ളത്. അത് ACCA മാത്രമല്ല, ഏതൊരു കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അത് ഉപയോഗിക്കാമെന്നാണ് ഒരു ക്വസ്റ്റ്യൻസും. അതിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. പിന്നെന്താ പറയുക, പകുതി എത്തുമ്പോഴാവും നമുക്ക് തോന്നുക നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണോ അങ്ങനെ സെൽഫ് ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു എടുത്ത ഡിസിഷൻ ശരിയാക്കാൻ നോക്കുക. ഇനി തീരെ പറ്റുന്നില്ല എങ്കിൽ എന്താ പറയുക, അതിന്ന് പോരാ നോക്കുക, എന്നിട്ട് വേറെ ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അത് ശരിയാക്കുക. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ. പിന്നെ അതുപോലെ തന്നെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പം ഉണ്ട്. പിന്നെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ACCAയുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ കുറേ കുട്ടികളുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് വേണ്ട ഹെൽപ്പ്, ആൻസേഴ്സ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. അപ്പോൾ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്നോട്, അതായത് ഇപ്പോൾ ഒരു കാര്യം എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ സംഭവം എന്താണെന്ന് ഇടും. അപ്പോൾ അതിന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കും. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും സോൾവ് ആക്കുന്നത്. CA എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ ACCA ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, ഫുൾ കൺഫ്യൂഷനാണ്, എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ I will introduce a person to you. He is my friend.
അവൻ CA ആണ് ചെയ്യുന്നത്. ഹീസ് റെഡി ടു ഹെൽപ്പ് യു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവനോട് ചോദിക്കാം. അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. യു ക്യാൻ ചെക്ക് ഔട്ട്.